ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പീപ്പിൾ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വി ലുക്കപ്പിൽ നമ്മൾ ഫോർമുലയൊക്കെ ഇടാൻ കാണിച്ചു, എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ബട്ട് അതിൽ നമുക്ക് വി ലുക്കപ്പ് ഫോർമുല ആഡ് ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് കാണിക്കും. ബിക്കോസ് വാല്യൂ ആഡ് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു എറർ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളൊരു മെസ്സേജ് എപ്പോഴും അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. സോ ഇത് പ്രിന്റ് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് അതേപടി അത് കാണിക്കും. അതൊരു ബുദ്ധിമുട്ടാണ്. സോ കുറച്ച് പേര് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യണമെന്ന്. സോ അതെങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു അഡീഷണൽ ഒരു ഫോർമുലയും കൂടി ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സാമ്പിൾ കാണാം ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണ് ചെയ്തത് കാണിച്ചു തരാം. സോ ഇതാണ് സാമ്പിള്. ഓക്കെ, സോ നമ്മൾ നേരത്തെ വി ലൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഫയൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. ബട്ട് ഇപ്പോൾ ഫയൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എറർ മെസ്സേജ് കാണിക്കാറുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെ ക്ലിയർ ചെയ്യാൻ ഞാൻ കാണിച്ചിട്ട്, ബിക്കോസ് ഇത് നമ്മൾ പ്രിന്റ് ചെയ്യാന്നത്തൊക്കെ ഇതിവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് എറർ മെസ്സേജ് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബാക്കി പ്രിന്റ് ചെയ്യാൻ നേരത്ത് ഈ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കറക്റ്റ് അവിടെ കാണിക്കും. സോ പ്രിന്റ് ചെയ്യാൻ നേരത്ത് പ്രിന്റ് പ്രിവ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിന്റ് പ്രിവ്യൂവിൽ ഇത് അങ്ങനെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. സോ അത് പലർക്കും ചെയ്യാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാവും. സോ നമുക്ക് അവിടെ എം ടി ആയിട്ട് തന്നെ കിടക്കണം. അവിടെ ഒന്നും ഇല്ലെങ്കിൽ അത് അവിടെ എം ടി ആയിട്ട് കിടക്കണം. സോ അതിന് വേണ്ടി ഞാൻ കാണിച്ചു നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിൽ ഇഫ് എറർ എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടി ആഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഫോർമുല ലാസ്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ അതിൽ പോവുക. ഇഫ് എറർ എന്നുള്ള ഫോർമുല ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ വി ലുക്കപ്പിൻ്റെ ലാസ്റ്റത്തെ ക്ലോസ് ബ്രാക്കറ്റിൽ നിന്ന് ഒരു കോമ ഇടുക, 2 കൊട്ടേഷൻ മാർക്ക് ചെയ്യുക, 2 ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ, ഇതിന് എസ് കൊടുക്കുക. ഓക്കെ, സോ ആ എറർ പോയിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ ബാക്കിയുള്ള ഏതിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അപ്ലൈ ചെയ്യുക. ഇഫ് എറർ ആഡ് ചെയ്യുക. ഇഫ് എറർ ആഡ് ചെയ്തിട്ട് വി ലുക്കപ്പിൻ്റെ ലാസ്റ്റത്തെ ബ്രാക്കറ്റിൽ നിന്ന് ഒരു കോമ കൊടുക്കുക, 2 കൊട്ടേഷൻ കൊടുക്കുക, 2 ബ്രാക്കറ്റ് കൊടുക്കുക, എസ് കൊടുക്കുക, അതോടെ ഒന്ന് പോയിക്കോളും. സെയിം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ നേരത്ത് അവിടെ ഡീറ്റെയിൽസ് വരും. ബട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ എറർ മെസ്സേജ് കാണിക്കത്തില്ല. സോ ഇങ്ങനെ ഇത് ഇപ്പം ഞാൻ ടേബിൾ ഇട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് കോളത്തിലൊക്കെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ടേബിൾ ഇട്ട് ചെയ്ത് വെച്ച കോളായതുകൊണ്ട് ഫോർമുല ഓട്ടോമാറ്റിക്കലായിട്ട് കോപ്പി ആവും. അതാണ് ടേബിൾ ഇട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഇവിടെ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള റോയിലോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഫോർമുല അപ്ലൈ ആയിക്കോളും. സോ ഞാനിപ്പോൾ ഇഫ് എറർ ആഡ് ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ്, 2 കൊട്ടേഷൻ കൊടുത്തു, 2 ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്തു, എസ് കൊടുത്തു. ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ലൈ. ഇതാണ് നിങ്ങളോട് പറഞ്ഞത്, എപ്പോഴും ടേബിൾ ഇട്ട് ചെയ്യുക. ടേബിൾ ഇട്ടൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. സോ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ആ എറർ മെസ്സേജ് അവിടെ നിന്ന് പോയിക്കോളും. നമുക്ക് സാധാരണ പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്, ഡാറ്റ എടുക്കാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.